കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒരുപാട് പേരുടെ പ്രശ്നവും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റും സെപ്റ്റിക് ടാങ്കുമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലങ്ങളിൽ നമുക്ക് വീട്ടിൻ്റെ ഒത്തിരി ദൂരം അങ്ങ് പറമ്പുകളിലായിരുന്നു ഈ ഇതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നത്. അത് കാലക്രമേണ വീടിനടുത്തേക്ക് വന്നു. ഒരു 10-25 കൊല്ലത്തിന് മുമ്പൊക്കെ നോക്കിയാൽ അറിയാം, വീടിൽ നിന്ന് വിട്ട് ഒരു 10-20 അടി അകലെയായിട്ട് നമുക്ക് ടോയ്ലറ്റ് കാണാമായിരുന്നു. പിന്നെ അത് വീട്ടിനോട് അടുത്തു, ഇപ്പോൾ വീട്ടിനകത്തായി. ഇപ്പോൾ ഓരോ റൂമുകളിലും ഓരോ ടോയ്ലറ്റ് എന്നുള്ള, ഓരോ ബെഡ്റൂമിനും ഓരോ ടോയ്ലറ്റ്, പിന്നെ കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ്, അങ്ങനെ ഒരു ഇതായി. അപ്പോൾ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം 3-4 ടോയ്ലറ്റുകൾ വരുമ്പോൾ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ ടോയ്ലറ്റ് എവിടെ വരുന്നു ആ ദിക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെയാണ് സെപ്റ്റിക് ടാങ്കും. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പം ഒരാളിനെ പേടിപ്പിക്കാനോ അതല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ പറഞ്ഞതല്ല. ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ദോഷത്തെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് എവിടെയൊക്കെ ആകാം, എവിടെയൊക്കെ ആയിക്കൂടാ, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇതുണ്ട് എന്നുള്ളത് പറഞ്ഞുതരാം. ഇത് ഒരു വീടാണ്. വീടെന്ന് പറഞ്ഞാൽ റൂമുകളായിട്ട് ഇതിനെ ഞാൻ തിരിച്ചിട്ടില്ല. ആദ്യം ഒരു സ്ക്വയറായിട്ടൊരു പ്ലാൻ എടുത്തു. അതിനെ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തു. 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും. ഓരോ ദിക്കുകളും നമുക്ക് ഓരോ സൗഭാഗ്യങ്ങളാണ് തരുന്നത്. അത് ആ ദിക്കിൽ എവിടെ ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ വന്നാൽ ആ ദിക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടും. ഫെങ്ഷു പ്രകാരം എവിടെ വന്നാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം പോകും. പിന്നെ നമ്മുടെ വാസ്തുപ്രകാരം, ഭാരതീയ വാസ്തുപ്രകാരം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആകാം എന്ന് പറയുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ആകാം, സെപ്റ്റിക് ടാങ്ക് ആകാം, ടോയ്ലറ്റ് ആകാം എന്ന് പറയുന്നുണ്ട്. ഫെങ്ഷു പ്രകാരം അതൊട്ടും നല്ലതല്ല. ഗൃഹനാഥനെ ക്ഷയിപ്പിക്കുന്നതായിട്ട് പല വീടുകളിലും അത് കാണുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചില വാസ്തുകളിൽ കിഴക്ക് ഭാഗത്ത് ആകാമെന്ന് പറയുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സെൻറ്റർ എടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് ആവാം. പിന്നെ നമ്മുടെ വാസ്തുപ്രകാരം ഒട്ടും ആയിക്കൂടാത്ത ദിക്കുകളെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വരാനേ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട് വടക്ക് കിഴക്ക് ഭാഗം, ഈശാന കോണ്, ഈ ഭാഗത്തും സെപ്റ്റിക് ടാങ്ക്, ടോയ്ലറ്റ് എന്നിവ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് നിരർതി കോണെന്നാണ് പറയുന്നത്. ഇവിടെ പിശാചിരിക്കുന്നതാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്തു പുരുഷന്റെ മുഖം ഇരിക്കുന്നതാണ് പറയുന്നത്, വടക്ക് കിഴക്ക് ഭാഗം. അപ്പൊ ഈ 2 ദിക്കുകളും ടോയ്ലറ്റുകൾ പരമാവധി ഒഴിവാക്കുക. ഇവിടെ ശിവന്റെ സങ്കല്പം കൂടെ ഉള്ള സ്ഥലമായിട്ടാണ് വാസ്തുവിൽ പറയുന്നത്, ശിവൻ. അതുപോലെ ഇവിടെ അഗ്നിക്കോണ്, ഇവിടെ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഭാഗത്തും സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ പാടില്ല. ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ വന്നു കഴിഞ്ഞാൽ ഗൃഹത്തിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ കലഹമുണ്ടാവും. ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വീട്ടിൽ പ്രശ്നമുണ്ടാവും. ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഏത് എന്നുള്ളതില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പം ഈ ഒരു 3 ദിക്കുകൾ വളരെ പവിത്രമായി നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ചെയ്യാമെന്ന് ഭാരതീയ വാസ്തുവിൽ പറയുന്നുണ്ട്. പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഫെങ്ഷു പ്രകാരം അവിടെ ഒട്ടും നല്ലതല്ല. ഞാൻ പല വീടുകളുടെ അനുഭവത്തിലും അത് ഗുണകരമായിട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്കിവിടെ ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് ചുറ്റും ഒരു വാസ്തുമണ്ഡലം തീർക്കുക. വീടിന് ചുറ്റും ഒരു വാസ്തുമണ്ഡലം തീർത്തതിന് ശേഷം ഈ വാസ്തുമണ്ഡലത്തിൻ്റെ പുറത്ത് ഇതാക്കി കഴിഞ്ഞാൽ നമ്മളെ അത് അത്രയും ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിന് ചുറ്റും ഒരു വാസ്തുമണ്ഡലം തിരിക്കുക. വാസ്തുമണ്ഡലത്തിൻ്റെ പുറത്ത് ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റുകളോ വെക്കാം. ഇനി 1-2 സ്ഥലത്ത് ഇത് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പരിഹാരങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു. തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു റെഡ് ലൈറ്റ് ഒരു 0 വാൾട്ട് മതി, ഫുൾ ടൈം കത്തിച്ചിടുന്നത് ഈ ദോഷത്തിന് ഒരു പരിഹാരമാണ്. എവിടെയാണ്? തെക്ക് കിഴക്ക് വരുന്ന ടോയ്ലറ്റ്. ഇനി തെക്ക് പടിഞ്ഞാറ് നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെയൊന്നും ഒട്ടും വന്നുകൂടാത്ത സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിനകത്ത് 5 പൈപ്പുകളുള്ള ഒരു ബെല്ല്, വിൻചെയിം
ഈ ടോയ്ലറ്റിനകത്ത് ഹാങ് ചെയ്യുന്നത് ഈ ദോഷത്തിന് നല്ലൊരു പരിഹാരമാണ്. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതും ഈ ഭാഗത്ത് ഒരു 5 പൈപ്പുള്ള ഒരു ബെഞ്ചയും ഈ ടോയ്ലറ്റിന് ഉള്ളിൽ സ്ഥാപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിക്കിലും ടോയ്ലറ്റ് വരുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് പറഞ്ഞത്. ഒരു ദിക്കും കൂടെ പറഞ്ഞുതരാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഇടുകയോ അല്ലെങ്കിൽ നീല ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം പരമാവധി നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ പരമാവധി ടോയ്ലറ്റുകളുടെ എണ്ണം കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുക. പിന്നെ ഒരു ടെക്നിക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്കും പടിഞ്ഞാറും പ്രോസ്പെരിറ്റികൾ ഭയങ്കരമായിട്ടില്ല. മാത്രവുമല്ല അത് ചില വ്യക്തികളെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ടോയ്ലറ്റ് വേണമെങ്കിൽ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഈ പടിഞ്ഞാറ് വശത്തുള്ള ടോയ്ലറ്റിനകത്ത് വീട്ടിൻ്റെ മധ്യത്തിലുള്ള ബ്രഹ്മസൂത്രം കടന്നു പോകും പോലെ വരാൻ പാടില്ല. ഇത് ഈ ടോയ്ലറ്റിനകത്ത് കയറാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിങ്ങളെ ചെയ്യുമ്പോൾ ഒരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കാണിച്ചിട്ട് ഈ പടിഞ്ഞാറെന്നും പറഞ്ഞ് നിങ്ങൾ വെക്കുന്ന ടോയ്ലറ്റ് തെക്ക് പടിഞ്ഞാറ് കയറിയിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ അങ്ങനെയാണ്. ഇത് ഈ വീടിന്റെ ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 70 ഡിഗ്രി, ഒരു 90 ഡിഗ്രി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും കിഴക്കിന്റെ ഡിഗ്രികളാണ്. പക്ഷെ വീടിനെ അതനുസരിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഇത് ഇത്രയും ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറായിപ്പോവും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ടോയ്ലറ്റ് തെക്ക് പടിഞ്ഞാറ് കയറും. അതല്ലെങ്കിൽ ഇത് ഇത്രയും തെക്ക് പടിഞ്ഞാറായി പോവും. അങ്ങനെയാണെങ്കിൽ ഈ ടോയ്ലറ്റ് കയറും. അതല്ല, ഇതിനകത്തേ ഇത് നിൽക്കുന്നുള്ളൂ എന്ന് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തേണ്ട കാര്യമുണ്ട്. പുതിയ വീടുകളിലാണെങ്കിൽ അതൊന്ന് നോക്കി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.